ലക്ഷം രൂപ വകയിൽ നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ അവാർഡ് നിർവഹിക്കുകയാണ്. പ്രസ്തുത പരിപാടികളിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വിദ്യാകരണ പദ്ധതിയിൽ ഉൾപ്പെട്ട കില കിഫ്ബി ഫണ്ട് 1,30,00,000 കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തതയാണ് പറഞ്ഞത്. ഇതുപോലെ ഒരു സംവിധാനം, ഒരു ഫണ്ട് കൂടി നമുക്ക് ലഭ്യമായാൽ ഈ ഗവൺമെൻറ് LP സ്കൂൾ പരിപൂർണമായി ഭൗതിക സൗകര്യത്തിൽ പൂർണ്ണമായി എന്ന് തന്നെ പറയാം. ആ സന്ദേശമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ സമർപ്പിച്ചത്. ഇനി കൂടുതൽ സംസാരിക്കേണ്ടതില്ല. കാരണം ഇനി നമുക്ക് നമ്മുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വർത്തമാനകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൊതുവിദ്യാലയത്തിൻ്റെ ശക്തിപ്പെടുത്തുക. മാത്രമല്ല ഈ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക തന്നെയാണ് ഇന്നത്തെ വർത്തമാനകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാ ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന വർത്തമാനകാലത്തെ അസ്വസ്ഥയാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഇത് ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മളൊക്കെ കാണുന്ന പ്രിയപ്പെട്ട മന്ത്രി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെ കിട്ടാൻ കാരണക്കാരനായ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പെരുവള്ളൂരിലെ ഏറെക്കുറെ പ്രൈമറി സ്കൂളുകളും കെട്ടിട പരിപൂർണ അവസ്ഥയിലേക്ക് തന്നെ 90% പരിപൂർണതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ബഹുമാന്യനായ MLA അവർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്. അങ്ങനെ അവരെല്ലാവരെയും ഓരോരുത്തരെ ഞാൻ പേരെടുത്ത് സൂചിപ്പിക്കാത്ത അത്രമാത്രം ആളുകൾ കൂടി സ്ഥാപനത്തിലുണ്ട്. എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ഒരു വൈരാഗ്യവും ഇല്ലാതെ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാനായി വിദ്യാർത്ഥി പ്രതിനിധി മൻഹയെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവർത്തന സജ്ജമാക്കി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സുദിനം നമുക്ക് എല്ലാവർക്കും ഏറെ 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 പ്രിയപ്പെട്ടതാണ്. പൂക്കൾക്കുമൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ സ്വീകരണം ഏറ്റുവാങ്ങി സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഈശ്വര പ്രാർത്ഥന.
ഇന്ന് 6 ക്ലാസ് മുറികളുള്ള ഈ കെട്ടിടം ഇവിടെ സമർപ്പിക്കാൻ സാധിച്ചില്ല. അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൈകൊണ്ട് തന്നെ ആവണം എന്ന് നമുക്കൊക്കെ നിർബന്ധമുണ്ട്. ഓൺലൈനിൽ പോരാതെ ഓഫ്ലൈൻ തന്നെ വേണമെന്ന് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം മിക്കവാറും ഒക്കെ ഓൺലൈനിലാണ് നമ്മൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാറുള്ളത്. നമ്മളെ കാണാം, നമുക്ക് പറയാനുള്ളത് കേൾക്കാം, നമുക്ക് മന്ത്രിയെ കേൾക്കാം. ഇവിടെ കലാമാഷ് സൂചിപ്പിച്ച പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മന്ത്രി 2 ദിവസമായി നമ്മുടെ ജില്ലയിലാണ്. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ ജില്ലയിലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഇന്നലെ നമ്മുടെ വേറനാട്, വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ, ഇന്ന് ഇവിടെ കൊണ്ടോട്ടി, ഇവിടെ നമ്മുടെ പള്ളിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട് ഈ തരത്തിലുള്ള വലിയ വലിയ നമുക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ ഉദ്ഘാടനമാണ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവിദ്യാഭ്യാസം ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ആ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം നമ്മൾ MLA ശ്രീ അബ്ദുൽ ഹമീദ്, പഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിലെ സുഹൃത്തുക്കളെ, നവകേരള മിഷൻ വിദ്യാകേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫി കില നിർമ്മിച്ച ഗവൺമെന്റ് LP സ്കൂൾ PDAയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ചെറുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പറമ്പിൽ പീടിക ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ അക്കാദമി ബ്ലോക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ മനോഹരമായ പുതിയ കെട്ടിടം നമ്മുടെ കുട്ടികളുടെ ഭാവിക്കായുള്ള ഒരു നിക്ഷേപമാണ്. ഇത് വെറുമൊരു കെട്ടിടമല്ല, അറിവിന്റെയും വളർച്ചയുടെയും പുതിയൊരു ലോകത്തേക്കുള്ള വാതിലാണ്. സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, വിദ്യാകരണം പോലുള്ള പദ്ധതികളിലൂടെ നമ്മുടെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് 1,30,00,000 രൂപ മുടക്കി കിഫി ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഈ പുതിയ അക്കാദമി ബ്ലോക്ക്. പുതിയ ക്ലാസ് മുറികൾ, ആധുനിക സൗകര്യങ്ങൾ, പഠനത്തിലുള്ള മെച്ചപ്പെട്ട അന്തരീക്ഷം എന്നിവയെല്ലാം നമ്മുടെ കുട്ടികളുടെ പഠനത്തെ കൂടുതൽ രസകരവും ഫലപ്രദവുമാക്കും. ഈ സ്കൂളിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായാണ് ഈ നേട്ടം. കുട്ടികളുടെ പഠനകാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം ശ്ലാഘനീയമാണ്. നല്ലൊരു നാളേക്കായി വിദ്യ അഭ്യസിക്കുന്ന ഈ കുട്ടികൾ നാളത്തെ നമ്മുടെ സമൂഹത്തിന്റെ നട്ടെല്ലാണ്. അവർക്ക് മികച്ച വിദ്യാഭ്യാസം നൽകേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വിദ്യാഭ്യാസം നൽകുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ പുതിയ കെട്ടിടം അതിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ്. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ പുതിയ അക്കാദമി ബ്ലോക്ക് ഈ സ്കൂളിന്റെയും നാടിന്റെയും വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എന്റെ ആശംസകൾ. നന്ദി, നമസ്കാരം.